ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഹബീബിന് 10 വർഷം സേവനം ചെയ്ത ഹിദ്മത്ത് ചെയ്ത അനസ് എന്നവർ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ അനസെ അങ്ങനെ ചെയ്തു എന്നോട് ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അനസ് റളിയല്ലാഹു അൻഹു മുമ്പ് പറയണേ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ മദീനയുടെ അടുത്തുള്ള ചില ഗ്രാമം അവിടെ മുലയൂട്ടാൻ വേണ്ടി കൊടുത്തിരുന്നു. അങ്ങനെയുള്ള അന്നത്തെ ആയത്ത് അങ്ങനെയുള്ളൂ. അങ്ങനെ ഇടയ്ക്ക് ഫക്കാന എന്തൊലിക്കുവനഹ്നുമാഹു, റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്ക് കാണാൻ പോവും ആരെ, കുഞ്ഞുമോനെ. വനഹ്നുമാഹു, ഞങ്ങളും കൂടെ പോവും, ഹബീബിൻ്റെ കൂടെ ഞങ്ങളും പോവും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഫയദ്ഖുലുൽ ബൈത്ത, കുഞ്ഞുമോൻ കിടക്കുന്ന വീട്ടിലേക്ക്, ആ റൂമിലേക്ക് കയറി ചെല്ലും. ഫയഖുദുഹു ഫയുഖബ്ബിലുഹു, കുഞ്ഞുമോനെ വാരിയെടുക്കുന്നു, ചുംബിക്കുന്നു. അങ്ങനെ കുഞ്ഞുമോനെ നല്ല നിലക്ക്, നല്ല കാരുണ്യത്തിൻ്റെ നിലകളൊക്കെ കുഞ്ഞുമോനോട് കാണിക്കും. ഹബീബിന് കുഞ്ഞുമക്കളും വല്ലാതെ സ്നേഹമായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ കാണാൻ പോവാറുണ്ടായിരുന്നു. ഇതെവിടെ പറഞ്ഞറിയോ? അനസ് പറയണ മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബിനേക്കാൾ തൻ്റെ ആശ്രിതരോട്, തൻ്റെ മക്കളോട്, തൻ്റെ കെട്ടിയോളോടും കുട്ടികളോടും വല്ലാതെ സ്നേഹം കാണിക്കുന്ന അർഹമായ ആൾ ഞാൻ ഹബീബിനേക്കാൾ മറ്റൊരാളെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട അനസ് എന്ന് പറയുന്നത്. ഞങ്ങളിടയ്ക്ക് കാണാൻ പോവാറുണ്ടായിരുന്നു കുഞ്ഞുമക്കളൊക്കെ. അപ്പോൾ നമ്മളും വേണം, നമ്മളെ മക്കളെ കെട്ടിച്ചയക്കും. ഇടയ്ക്ക് വാപ്പ കാണാൻ പോകണം, ഉമ്മയും കാണാൻ പോകണം, വിവരങ്ങളൊക്കെ അന്വേഷിക്കണം, ഫോൺ ചെയ്യണം. അതെ, ആ മക്കൾ വേറെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് പോലെ സന്ദർശിക്കാൻ പോകണം. അതാണ് സ്നേഹം, അയ്യാനിലുള്ള റഹ്മത്ത്, കാരുണ്യം. അങ്ങനെ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വാപ്പ, അതായത് മുലയൂട്ടുന്ന ഉമ്മാൻ്റെ ഭർത്താവ് ഒരു കൈനായിരുന്നു, പെരുങ്കൊല്ല, ഇരുമ്പ് പണിക്കാരനാണ്. ഈ പെരേക്ക് ചെല്ലുമ്പോൾ ഈ വീട് അന്നഹൂലയുദ്ധഹനു, ആകെ പുകയിലായിരിക്കും, പുകയിപ്പിക്കപ്പെടും. കാരണം പെരുങ്കൊല്ല പണിയല്ലേ, പുകൻ്റെ പണിയല്ലേ. എന്നാൽ ഹബീബ്, എന്താണ് വീട് ഇങ്ങനെ, ഞാൻ ആ വീട്ടിൽ കയറുന്ന ഷർട്ട് പിടിക്കോ? ഇല്ല, ആ പുകയോടുകൂടെ വീട്ടിലേക്ക് കയറിപ്പോവും. അതിന് കാര്യം എന്താ? വക്കാനു കൈന, തൻ്റെ ലീറ് മുല കൊടുക്കുന്ന ഉമ്മാൻ്റെ ഭർത്താവേ പെരുങ്കൊല്ലനായിരുന്നു. അങ്ങനെ ഫയഖുദുഹു ഫയുഖബ്ബിലുഹു, അങ്ങനെ സുമ്മ യർജിഉ, പിന്നെ നടന്ന് പോരും. അങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഫലമ്മാ ഖാല ഉമർ റളിയല്ലാഹു അൻഹു ഫലമ്മാ തൂഫിയ ഇബ്രാഹിം, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, വല്ലാതെ വൈകിയില്ല, വല്ലാതെ കാത്ത്, വല്ല വയസ്സ് കൂടിയിട്ടല്ലോ, പല അഭിപ്രായമുണ്ട്. 70 ദിവസം നിന്നിട്ടുള്ളൂ, അല്ല വളരെ ചെറിയ പ്രായത്തിൽ നിന്ന് മരിച്ചു പോയിരുന്ന അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ ഫലമ്മാ തൂഫിയ ഇബ്രാഹിമു എന്ന കുഞ്ഞിമോൻ വഫാത്തായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനെ പറഞ്ഞു, ഇന്ന ഇബ്രാഹിം ബിനി, ഇബ്രാഹിം എൻ്റെ കുഞ്ഞുമോനാണ്, എൻ്റെ മോനാണ്. പിന്നെ വന്നഹു മാതഫിസ്സദി, മുല കുടിക്കുന്ന കാലത്താണ് എൻ്റെ കുഞ്ഞുമോൻ മരണപ്പെട്ടത്. അതുകൊണ്ട് വന്നലഹു ലളിറൈൻ തുക്മിലാനി റളാഹു, എന്താ, ദുന്യാവിൽ മുല കൊടുക്കാൻ ഒരാളല്ലേനും, അതിന് പകരം 2 മുർലിയത്തുകളെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് ആക്കി കൊടുക്കും. എന്നിട്ട് ആ മുല കൂടി പൂർത്തിയാക്കി കൊടുക്കും.
ഫിൽ ജന്നത്തി സ്വർഗത്തിൽ. അവിടെ ഖാല സ്വാഹിബു തഹരീർ പറയുന്നു വഹാദൽ ഇസ്മാമു ലിർലാ ഇബ്രാഹിമ യകൂനു അഖീബ മൗതിഹി ഫയദ്ഖുലുൽ ജന്നത മുത്തസിലൻ ബിമൗതിഹി ഫയതിമു ഫീഹാ റലാഹു കറാമത്തൻ ലഹു അലി അബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചയുടൻ തന്നെ കുഞ്ഞിമോൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങനെ ആ മുലകുടി സ്വർഗത്തിൽ വെച്ച് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തേ? കറാമത്തല്ലഹു, കുഞ്ഞുമോൻ്റെ കറാമത്തും ലഹു അലി അബി സല്ലല്ലാഹു. ഇതാര കുട്ടിയാ? ഹബീബിൻ്റെ മോനല്ലേ. അപ്പോൾ വാപ്പാർ നന്നായി കഴിഞ്ഞാൽ മക്കൾക്ക് ചിലപ്പോൾ വലിയ ഉപകാരം ഉണ്ടാവും. വാപ്പാനെ പരിഗണിച്ചിട്ട് പലതിലേക്കും കടന്നിയല്ല. അപ്പോൾ മക്കളോടൊക്കെ നല്ല സ്നേഹം വേണം. എപ്പോഴും ഇങ്ങനെ വെട്ടെത്തി അയക്കരുത്. വലിയ രാജാവായി കുട്ടികളോടും ഉണ്ടാക്കുക. ഒരു കമ്പനിയാവണം, പക്ഷെ പറ്റായും വേണ്ട. നല്ല സ്നേഹം വേണം കുട്ടികളോടും ഉമ്മാരോടും വാപ്പാരോടും എല്ലാം. ഹബീബിനെ പറ്റി പഠിക്കണം. ഈ റബി ലെവൽ വരുമ്പോഴേ എല്ലാ സംഭവം കേട്ടോ. അയാ മൗലിദൽ മുഖ്താരി ജദ്ദത ഷൗകന ഇലാ ഖൈരി മബ്ഊസിൻ ജലീലിൻ വൽ ഫളില. എത്ര സത്യമാണത്! ഓ റബീഉൽ അവ്വൽ മാസമേ, ഹബീബിൻ്റെ ജന്മമാസമേ, നീ ഞങ്ങൾക്ക് ഹബീബിനുള്ള സ്നേഹം, ആ മഹബത്ത് ഒന്ന് പുതുക്കി. അതിങ്ങനെ മറന്നു പോവുമായിരുന്നു. റബീഉൽ അവ്വൽ വന്നു, വീണ്ടും പഠിക്കാൻ തുടങ്ങി, വീണ്ടും ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ പിന്നെ മങ്ങും, വീണ്ടും റബീഉൽ വരും.